സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നമ്മളുടെ ധ്യാന വിഷയം എന്താണ്? നിബന്ധനയും ആസ് എൻ ഇഫക്റ്റ് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ പ്രത്യാഘാതങ്ങൾ. അതെന്താണ്? ഒന്ന് വെളിപാടാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള ആന്തരിക വെളിപ്പെടുത്തലുകൾ. രണ്ടാമത്തത് എന്താ? ഇഫക്റ്റ് ഓഫ് ലവ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അതാണ് സംഭവം. ഈ എപ്പോഴും അച്ഛൻ പറയും, ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ മാതാവ് കൂടെ വരും എന്നൊക്കെ പറയത്തില്ലേ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകുമെന്നാണ്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകണത് അതിൻ്റെ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഈ യോഹന്നാൻ്റെ സുവിശേഷം 14:23 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അപ്പൊ ദൈവത്തിൻ്റെ വസിപ്പ് ഉറപ്പുവരുത്തുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുമ്പോഴാണ്. ഈ നിബന്ധനകൾ സംഭവം ഭയങ്കര ഒരു മാഗ്നറ്റാണ് ശരിക്കും. നിബന്ധനകൾ നിങ്ങൾ എഴുതി, 6 നിബന്ധനകളില്ലേ? 6 നിബന്ധനകളുടെ എന്ന് അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫലമെന്ന് പറയണത് അത് ദൈവസ്നേഹത്താലാണ് നമ്മൾ ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോൾ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഐക്യപ്പെടുത്തും. അപ്പോൾ അതിന് കുറേ ഇഫക്റ്റുകളുണ്ടാകും. അതിലൊരു ഇഫക്റ്റാണ് പ്രിലിമിനറി. അതിൻ്റെ പ്രിൻസിപ്പൽ ഇഫക്റ്റ് എന്താ? അതിൻ്റെ മുഖ്യമായ ഒരു ബലമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാശുരൂപമൊക്കെ ധരിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത്. കാര്യം ഉടമ്പടി നിബന്ധന സ്നേഹത്തോടെ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വസിപ്പ് നമ്മളിൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവിക അടയാളമായിട്ട് കാശുരൂപങ്ങളൊക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയണത്, ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞ് എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയോ എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവിടുന്ന് അയച്ചു തരികയും ചെയ്യും. അത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എന്ന് പറഞ്ഞേ, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ നിബന്ധന പരിശുദ്ധാത്മാവിനെ കൂടി സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ വളരെ പാകതയോടെയാണ്
നിങ്ങൾ ശരിക്കും നിബന്ധനകളെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം പിതാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒക്കെ നമുക്ക് ഈ നിബന്ധനകൾ സ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോഴും അനുവർത്തിക്കുമ്പോഴും നമുക്ക് അവകാശവും ഓഹരിയുമായി മാറുന്നുവെന്നുള്ള വളരെ താത്വികമായ സുവിശേഷ ബോധ്യം എൻ്റെ മക്കളുടെ മനസ്സിൽ ഒരു ആഘോഷത്തിമർപ്പ് ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒന്നാം തിങ്കളാഴ്ച, രണ്ടാം ചൊവ്വാഴ്ച, ഒന്നാം തിങ്കളാഴ്ച, തിങ്കളും ചൊവ്വായും എന്താണ്? ഉടമ്പടി ധ്യാനമാണ്. ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആന്തരികമായ ബോധ്യം കിട്ടുകയാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ മക്കൾ ഇന്നിപ്പം മറന്നു പോയാലും വിട്ടു ചെല്ലുമ്പോൾ യൂട്യൂബ് കേട്ട് നോക്കിയിട്ട് രണ്ടാമത് അച്ഛൻ എന്നാ പറഞ്ഞതെന്ന് ഓർത്ത് നോക്കി അതിനെ 2-3 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കണം. അതും കേൾക്കുന്നത് പോലും ദൈവത്തിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ദ്രാവകമാണ്. ഇതിൽ നമ്മൾ വ്യത്യസ്തമായ വെള്ളി കളറുകൾ, ചിലപ്പോൾ നീല ചുവന്ന കളറുകൾ, എണ്ണമയം കാണാം. ഇത് മൂത്രമാണ്, വേറെ എന്ത് ദ്രാവകമാണെന്ന് അറിയത്തില്ല. ശരീരത്തിൽ നിന്ന് പോകുന്നൊരു ദ്രാവകമാണ്. ആ ദ്രാവകത്തിന് എണ്ണ മയം പോലെ ഉണ്ട്. ഈ രോഗത്തെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. നമ്മൾ കേട്ട വചനം, അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കൂ, എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുക മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ വചനം യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 14-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യമാണ്. നിബന്ധനകൾ നമ്മൾ അർത്ഥവത്തായ ദൈവസ്നേഹത്തോടെ പാലിച്ചാൽ പരിശുദ്ധാത്മാവിന് നമുക്ക് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ നോട്ട് നമുക്ക് കിട്ടുന്നത്. എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫിന് വളരെ സുവിശേഷവിഹിതമായിട്ട് നടപ്പിൽ വരുത്താൻ ഇന്ന് സഭയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഉടമ്പടി. എൻ്റെ മക്കളത് വളരെ ശ്രദ്ധയോട് വേണം ആ വിഷയം ചെയ്യാൻ, വളരെ ശ്രദ്ധയോട് കൂടി. കാര്യം ഇത് നിബന്ധനകളാണ് ഇതിൻ്റെ ശരിക്കും ഹൃദയമെന്ന് പറയണത്, സ്പന്ദനം. ആ നിബന്ധനകൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോടെ നിറവേറ്റുന്നു, അതനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വന്നുകൊണ്ടിരിക്കും.
അതനുസരിച്ച് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും ചോദിക്കാൻ. അപ്പം ചോദിക്കുമ്പോഴുള്ള ഒരു വിഷയമെന്ന് പറയണത്, ഈ ആത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ പറ്റിയ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താ? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. 14-17 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം. ഇപ്പം ലോക അരൂപിയ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉടമ്പടിയിൽ ഇട്ടിരിക്കണത് അവർ ഇൻ്റർകാസ്റ്റ് മാരേജിന് വേണ്ടി ലവ് അടിച്ച് അഫയർ ആക്കിയിരിക്കുകയാണ്. അത് മാതാവ് ചെയ്ത് കൊടുക്കാനാണ്. മാതാവിന് എന്താ 3-ാം പരിപാടിയാണ്. അപ്പം ഇങ്ങനെ ഈ ആത്മാവിനെ, അതായത് നാളെ നിങ്ങളുടെ ആത്മാവിനെ അപകടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ഇപ്പോൾ 1 യോഹന്നാൻ്റെ 2:17 കണ്ണിൻ്റെ ദുരാശ. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കേസ് കെട്ടൊക്കെ ആ വകുപ്പിലുള്ളതാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ FP പോസ്റ്റ് ഇട്ടിട്ടില്ലേ, ആ പെണ്ണ് കല്യാണം കഴിച്ചത് കൂദാശ വെച്ചാണ്, കൂദാശ ചെയ്യാതെയാണ്, പള്ളി അറിഞ്ഞാണ്, പള്ളി അറിയാതെയാണ്. നാണം കെട്ട പരിപാടിയല്ലേ ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ വന്ന് സംഭവിക്കണത്. കാര്യം കർത്താവിൻ്റെ ഉന്നതമായ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ദുർമാതൃകയായിട്ട് ജീവിക്ക്, അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നിത്യരക്ഷ കിട്ടാത്ത രീതി വരുമ്പോൾ സാധാരണ ദൈവത്തെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഉതപ്പല്ലേ ജി? ഉതപ്പിൻ്റെ സാഹചര്യങ്ങൾ ചെന്ന് മോഹിപ്പിക്കപ്പെടുമ്പോൾ വീണു പോണത് ക്രെഡിറ്റാണ്. മീഡിയ പറയും ക്രെഡിറ്റാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഇല്ല. എന്താണ്? ഇതൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. നിലനിൽക്കാത്ത കാര്യങ്ങൾ ക്രെഡിറ്റാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കത്തില്ല മക്കളെ. അത് എന്താണ് നിലനിൽക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. എന്താണ് നിലനിൽക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ, എന്നേക്കും നിലനിൽക്കുന്നു. We want eternal existence. നമുക്ക് വേണ്ടത് എന്താണ്? നിത്യമായ നിലനിൽപ്പാണ്. 5 കൊല്ലത്തേക്കും 50 കൊല്ലത്തേക്കുമുള്ള നിലനിൽപ്പല്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മോഹവലയം കാണുമ്പോൾ, കണ്ണിലെ ദുരാശ കാണുമ്പോൾ, ശരീരത്തിൻ്റെ അഹന്ത കാണുമ്പോൾ നീ ദൈവത്തെ മറന്നാൽ ദൈവം നിങ്ങളെ എന്നെ ഓർക്കണമെന്നാണ്. ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല, ഒരാഗ്രഹവുമില്ല. അഥവാ എന്തെങ്കിലും ആശയം ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത കൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ മനസ്സിൽ നിന്ന് എന്നേ കാലം മറഞ്ഞു പോകുമ്പോൾ എന്ത് പറയും? ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ സാത്താൻ കയറി ഇരിക്കുമ്പോൾ മീഡിയ ചിലപ്പോൾ അത് ആഘോഷമാക്കും. പക്ഷെ എന്തിൻ്റെ ആഘോഷമാണ്? നിൻ്റെ ആത്മാവ് മരിച്ചതിൻ്റെ ആഘോഷം. കൈയടിച്ച് കർത്താണ്. തോന്നണേ എന്നിൽ അറിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി ലിയോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. 2022 ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. 2021 ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ധ്യാനം കേൾക്കാൻ തുടങ്ങുന്നതും അങ്ങനെയൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ട് എന്നുള്ളതിലേക്ക് അതറിയാനും അതിലേക്ക് ചുവട് വെച്ചു വരാനും പരിശ്രമിക്കാൻ തുടങ്ങിയത്. ഉടമ്പടിയിലേക്ക് വരാനുണ്ടായ കാരണം 2021 നവംബറിൽ എൻ്റെ ഹസ്ബൻഡിന് തൈറോയിഡെക്ടമി സർജറി ചെയ്തിരുന്നു. തൈറോയിഡ് എടുത്തു മാറ്റുന്ന ഒരു സർജറി. ആ സർജറിക്ക് ശേഷം ആ തൈറോയിഡ് കംപ്ലീറ്റ് അവർ റിമൂവ് ചെയ്തിട്ട് ഞങ്ങളെ കാണിച്ചു. എന്നെയും എൻ്റെ ഫാദർ ഇൻ ലോയിനെയും ഞങ്ങൾ മാത്രമാണ് അത് കണ്ടത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഡോക്ടർ അവരുടെ മെഡിക്കൽ ലാംഗ്വേജിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞു, ഇതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇപ്പം ഞങ്ങളിത് ബയോപ്സിക്ക് അയക്കുകയാണ്.
അപ്പം നിങ്ങളതിന് റെഡിയായിട്ടിരിക്കണം. ബയോപ്സി റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിന് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തുടങ്ങാൻ റെഡിയാകണം. അപ്പോൾ അതിൽ ഫാമിലിയിൽ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തോളൂ എന്ന്. സർജറി കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ പോസ്റ്റ് ഡിസ്ചാർജ് ഒരു കൗൺസിലിംഗ് പോലെ 2 വ്യക്തികൾ വന്നിട്ടും ഞങ്ങളോട് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനാണ് സാധ്യത, അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ സ്റ്റെപ്സും ഒരു വലിയ ഒരു തയ്യാറെടുപ്പ് നൽകുന്ന പോലെ എന്ത് ഭക്ഷണം കൊടുക്കണം, എത്ര ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും വരണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര ദിവസം മക്കളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ഇങ്ങനെ ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഉള്ളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും സംഭവിക്കാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ളൊരു വിശ്വാസവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ അഡ്വൈസ് എല്ലാം കേട്ട് ഞങ്ങൾ ഡിസ്ചാർജായി പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ November 16th, 2021 ആ ധ്യാനത്തിലാണ്. അപ്പം ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ആ ഡേറ്റിലുള്ള ധ്യാനത്തിൽ അച്ഛൻ്റെ ആശീർവാദം, അച്ഛനിങ്ങനെ ശക്തമായ ആരാധന ആശീർവാദത്തിലൂടെ അച്ഛൻ പറയുവാണ്, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച നിങ്ങളാരും നാളെ നിരാശരാവില്ല. അപ്പം അച്ഛനത് വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നിരാശയാകരുത്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ റിസൾട്ട് വരുന്നു പറയുന്നത് നാളെ നെക്സ്റ്റ് ഡേ ആയിരുന്നു, ഈ ധ്യാനം കഴിഞ്ഞിട്ടുള്ള വെരി നെക്സ്റ്റ് ഡേ. സോ ഞാനത് പവർഫുള്ളായി ഞാനും പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ആശീർവാദം വീണ്ടും ഞാൻ സ്വീകരിച്ചു. ധ്യാനം കഴിഞ്ഞാലും വീണ്ടും ഞാനത് പ്ലേ ചെയ്ത് വീണ്ടും അത് ഞാൻ സ്വീകരിച്ചു. അച്ഛനിലൂടെ ദൈവം അരുളി ചെയ്തത് സംഭവിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. ഞങ്ങളതും റിസൾട്ടിന് ശേഷമുള്ള റീവിസിറ്റ് ഡോക്ടറിനെ കാണാൻ ചെന്നപ്പം സർജനും വളരെ അത്ഭുതമായി. യാതൊരു കുഴപ്പമില്ല, നത്തിങ് ടു വറി, ഒരു പോസ്റ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഹസ്ബൻഡിൻ്റെ സൗണ്ട് ആയാലും ഒരു കുഴപ്പമില്ലാതെ അത് എങ്ങനെ സർജറിക്ക് മുമ്പുണ്ടായിരുന്നോ അതുപോലെ തന്നെ ശേഷം. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വലിയ ഉത്തരമായിരുന്നു. കാരണം എൻ്റെ മുൻപിൽ അന്ന് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആ ആശീർവാദത്തെ മാത്രമായിരുന്നു. കൃപാസനത്തിൽ നിന്നുള്ള ആ ആശീർവാദം മാത്രമായിരുന്നു എൻ്റെ ഏക പിടിവള്ളി. അതിൽ ഞാൻ വിശ്വസിച്ചു, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഡോക്ടേഴ്സും ബാക്കി അസിസ്റ്റൻസ് എല്ലാവരും തന്നെ ഞങ്ങൾക്ക് തന്ന അഡ്വൈസ് വേറെയായിരുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആശീർവാദത്തിൻ്റെ ആ ഒരു വലിയ ശക്തി ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഇതായിരുന്നു ഈ കൃപാസനത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള അനുഭവം. ആ അനുഭവത്തോടു കൂടിയാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നതും ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഓരോ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ സഹായിച്ചു. മാത്രമല്ല ജീവിതത്തിൽ എന്ത് വർക്ക് ഇഷ്യൂസ് ആയാലും, പ്രൊഫഷണൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും, പേഴ്സണൽ പ്രോബ്ലംസ് ആയാലും മാതാവ് കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളൊരു വിശ്വാസം, അപ്പം ബേസിക്കായിട്ടുള്ള വിശ്വാസം ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാനും എൻ്റെ കുടുംബവും എടുത്തെടുത്ത് പറയുന്നു. അതോടൊപ്പം എനിക്ക് വാക്സിൻ എടുത്തതിന് ശേഷം, കോവിഡ് വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് എടുത്തതിന് ശേഷം 2021 പ്ലേറ്റ്ലെറ്റ്സ് ക്ലോട്ടായി കാലിന് ചെറിയ പ്രോബ്ലംസ് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ എന്നോട് ജോലി റിസൈൻ ചെയ്യണം, നിങ്ങൾ നിന്ന് ടീച്ച് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നു. ജോലി റിസൈൻ ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, അവിടെയും മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. ഇമ്മീഡിയറ്റ് സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നുവരെ ഒരു സർജറിയും കൂടാതെ ദൈവം എന്നെ നടത്തുന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഡോക്ടർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകാം, ജോലി ചെയ്യാൻ തുടങ്ങാം, നിങ്ങൾക്കിപ്പം വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോഴും ജോലി കിട്ടുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ, ഒന്നെങ്കിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ്, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ ജോലിയിൽ.
പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ജോലി ലഭിച്ചു, പാർട്ട് ടൈം ഫാക്കൽറ്റി ആയിട്ട്. അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലായി ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ സാക്ഷ്യം, എൻ്റെ ചെസ്റ്റിൽ ഇടതുഭാഗത്തായിട്ടൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അത് എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. പക്ഷേ ജോലിയുടെ തിരക്കിലും അല്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്കിലും അതിനെ അത്ര ശ്രദ്ധിക്കാൻ മനസ്സ് എടുത്തില്ല. പക്ഷേ അത് എടുക്കണം, ഡോക്ടറെ കാണിക്കണം, സ്കാൻ ചെയ്യണം എന്നുള്ള തീരുമാനമായി. പക്ഷേ അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, മാതാവെ ഉടമ്പടി പുതുക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ തൈലമൊക്കെ കുരിശു വരച്ചു, പ്രാർത്ഥിച്ചു, പോയി. ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അതോടൊപ്പം മാമോഗ്രാം രണ്ടും ചെയ്തു. ഡോക്ടർ കുറേ അഡ്വൈസും കാര്യങ്ങളെല്ലാം തന്നു പതിവ് പോലെ. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവർ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല, നത്തിങ് ടു വറി, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, യു ഡോണ്ട് ബോദർ എബൌട്ട് ദാറ്റ് സിസ്റ്റം എന്നുള്ളതാണ് അഡ്വൈസും എനിക്ക് വന്ന റിസൾട്ടും. സോ അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഒരു പ്രസൻസും കുടുംബം ശക്തിപ്പെടുന്നതും ഞങ്ങൾ ഫാമിലി കുടുംബം മൊത്തം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയ ആങ്ങളയ്ക്ക് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാൻ തടസ്സങ്ങൾ ഒരുപാടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയ ഒരു സമയത്ത് ഞാനത് എഴുതി പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാ തടസ്സങ്ങളും മാറുകയും വിവാഹമെന്ന കൂദാശ എൻ്റെ ആങ്ങള സ്വീകരിക്കുകയും നല്ല കുടുംബജീവിതം നയിക്കുകയും ഒരു കുഞ്ഞിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ അതും ഞാൻ പ്രാർത്ഥനയിൽ പ്രത്യേകം മാതാവിൻ്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചു കൊണ്ടിരുന്നു. ആൻഡ് ദേ ആർ ബ്ലെസ്സഡ് വിത്ത് എ ബേബി ഗേൾ. നന്നായി പോകുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതോടൊപ്പം ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിലും മറ്റൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ 2023 കണ്ടിന്യൂസ് ആയ ചുമ, പ്രത്യേകിച്ച് യാതൊരു റീസണും ഇല്ലാത്ത ഒരു ചുമ. ആ ചുമയ്ക്ക് ഡോക്ടറെ ആദ്യത്തെ 10 ദിവസം വീട്ടിലെ ട്രീറ്റ്മെൻറ്റായി പോകുന്നു. സാധാരണ കോഫ്ലിറ്റ് സിറപ്പ് കുടിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു. പക്ഷേ യാതൊരു കുറവുമില്ല. പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റൽ പോയി കൺസൾട്ടേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഫിസിഷ്യനെ കാണുന്നു. ആ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം കുറേ മെഡിസിൻസ് എടുക്കുന്നു, ചുമ മാറുന്നില്ല. പിന്നെ ആ ഡോക്ടർ വേറൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുന്നു. അതിനോട് റിലേറ്റഡായ ലങ്സ് റിലേറ്റഡായ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ജോലിയോടൊപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകാനും ബുദ്ധിമുട്ട്, ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ചുമയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. പകലും രാത്രിയും യാതൊരു വ്യത്യാസവും ഇല്ലാതെ കണ്ടിന്യൂസ് ചുമ. അപ്പോൾ ഇങ്ങനെ ചുമ വരുമ്പോൾ സാധാരണ ഇത് എന്തിൻ്റെ സിംറ്റംസാണെന്ന് കാണിക്കുന്നതായ ഊഹങ്ങളുള്ള പല രോഗങ്ങളുടെയും ടെസ്റ്റുകൾ ചെയ്തു. പക്ഷെ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ചുമ മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാത്രിയിൽ എനിക്ക് ഒരു ടൈം ആയപ്പം ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോൾ രാത്രിയിൽ ചുമ ഒത്തിരി കൂടി എൻ്റെ അമ്മയോട് എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ കുറച്ച് ദിവസം വീട്ടിലേക്ക് വരാൻ വരെ ഞാൻ പറഞ്ഞു. ആ ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ചുമ. ഞാൻ എഴുന്നേറ്റ് വന്നു. എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഡിസ്റ്റർബൻസ് കൊടുക്കണ്ടല്ലോ എന്നോർത്ത് എഴുന്നേറ്റ് വന്നു. ഞാൻ ഹാളിലിരുന്നു, തിരുഹൃദയത്തിൻ്റെ മുന്നിലിരുന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചു. വെള്ളം കുടിക്കുന്നതിന് പകരം ഞാൻ മാതാവിൻ്റെ തേനെടുത്തു കുടിച്ചു. നന്നായി കുടിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീട് ആ രാത്രിയിൽ ചുമയില്ലാതെ എനിക്ക് ഉറങ്ങാനും പറ്റി. പിറ്റേ ദിവസം തൊട്ട് ചുമ ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയും ആങ്ങളമാരും ഒക്കെ വന്ന് എന്നെ കാണുമ്പോൾ ഞാൻ വളരെ സ്മാർട്ടായിട്ടുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ആ ചുമ വന്നിട്ടുമില്ല. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. നന്ദി. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അടുത്തതായി എൻ്റെ മക്കൾ നല്ല പെർസെൻറ്റേജ്, നല്ല മാർക്കോടുകൂടി 10th ഒരാൾ 12th കഴിഞ്ഞിരിക്കുന്നു. അത് അവരുടെ ടെസ്റ്റിമണി അവർ പറയുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇപ്പം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാസം മ്യാൻമാറിൽ നടന്ന ഒരു ഭൂകമ്പം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇൻ്റർനാഷണൽ ട്രിപ്പ് ജോലിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭൂകമ്പം ഉണ്ടായത്. എനിക്കൊരു മെസ്സേജ് മാത്രം വന്നു, ഗ്ലോറി ടു ഗോഡ്, ഞാൻ വലിയൊരു ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു മെസ്സേജ്. പിന്നെ ഞങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, കാരണം അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കട്ടായി.
അപ്പോഴാണ് ഞങ്ങൾ ന്യൂസ് വെക്കുന്നതും ഞങ്ങൾ അറിയുന്നതും മ്യാൻമാറിൽ ഇങ്ങനെയൊരു ഭൂകമ്പം ഉണ്ടായി, ഒരുപാട് പേര് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, റോഡെല്ലാം ബ്ലോക്ക് എന്നുള്ള വിവരം ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. ഞങ്ങളുടെ മുന്നിൽ വേറെ ഒന്നുമില്ല, പ്രാർത്ഥന. അപ്പം ഞാനും മക്കളും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഒരാഴ്ചത്തെ ജോലി അവിടെ ചെയ്യാൻ വേണ്ടി പോയ ഹസ്ബൻഡിനോട് ഞങ്ങൾ മെസ്സേജായിട്ട് റിക്വസ്റ്റ് ചെയ്തു, എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, ജോലിയേക്കാളും വലുത് നമുക്ക് ജീവിതമാണെന്നുള്ളത്. കോർപ്പറേറ്റ് കമ്പനീസാണ്, പെട്ടെന്ന് പെർമിഷൻ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പെർമിഷൻ ലഭിക്കുകയും എൻ്റെ ഭർത്താവിന് യാതൊരു പോറലും ഏൽക്കാതെ സർവശക്തനായ ദൈവം വീടെത്തിക്കുകയും ചെയ്തു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ടെസ്റ്റിമണി എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. As my wife rightly pointed out, it was a nightmare for me in Myanmar. It was 28th of March 2025 when actually I was working in a hospital. I'm working for a pharmaceutical company, a wellness company. So we were working as usual, and that was the time where the earthquake was struck very badly, and it was 7.7 in the Richter scale, the magnitude. It was so bad, and it has claimed close to 6,000 lives, and I have survived even without a small wound. All the airports were closed because of the damaged airstrip. I was unable to travel back to India. We live in Bangalore. So again, there is only one connecting flight that is coming via Bangkok to Bangalore. Luckily, with the grace of God, with the mercy of Mother Mary, with the intercession of Mother Mary, I got a flight which I could able to travel back safely. So that is one of my life-changing experience, because earlier, whenever I go for confession, I have a set of things which I will tell in a sequence. But now, when I go for confession, I prepare myself. I will go very clearly, and I know what I have done and how to do that. And my wife will always give that udambadi uppu and honey, and I will always carry the kashrubam with me wherever I go, because I travel to many countries. It is not always a good vibe, even though it is a very good hotel rooms, but the vibes are not that good. I will not get a proper sleep. So as my wife told that, I always sprinkle the udambadi uppu on the bed, and then I'll go to sleep, and from thereafter I started getting a peaceful sleep. This is one. Number two, years back I was suffering from dengue, and my platelets level was so low, and the doctors told that it is very critical. And from there I prayed to Mother Mary that if I could come back to this life, I will give my platelets, that is blood donation platelets, to those who are in need, who are affected with dengue, which I am started doing it. And I'm also a part of St. Vincent de Paul Society from St. Thomas Church, Jalahalli. So in whatever possible ways which I can do, truly I started doing it. And it is completely a miracle in all the ways. As my wife had rightly said, the thyroidectomy, even I started believing that I'm going to suffer from cancer, and I'm going to get a husky voice probably after my surgery, because that was the advice from the doctor. But as a miracle, through the intercession of Mother Mary, I'm perfectly fine now. Yes, I do take some thyroxine pills in the morning, but absolutely I'm perfect. Glory to God. Glory to Jesus Christ. Ave Maria. I give to my children. Ave Maria. I'd like to share my class 10 ICSE board examination. It was always my dream to come out with a really colorful percentage. So in my 9th and 10th, I was the class topper, but my percentage was not up to the mark. I used to always get 83, 84 range, maybe not even distinction sometimes. So it was my prayer, my desire to come out of the school with colorful percentage. And I had this pressure from the society. They were telling, okay, Furman, you're going to become the topper and things like that. But I always had this fear whether I'll just drop down and things go the other way around. But then I started believing in God and in myself.
and I started taking things seriously. After that, during my board examination, every day I went to the church. I used to read the Bible. എൻ്റെ കയ്യിൽ മമ്മി തൈലം വെച്ച് തരുമായിരുന്നു. And I used to also drink the honey. And I did all my examinations well. I used to carry the Kashirubam also with me. The week before the exam was before the results was a really stressful week because I didn't know what would happen. And ഒരുപാട് ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയായിരുന്നു, നീ ഒന്നും എവിടെയോ എത്തില്ല എന്നൊക്കെ. But then I believed in Mother Mary, I believed in Jesus. I told Jesus, whatever I get, I'm going to surrender it to you. The week before the results, one Tuesday, I attended Father Joseph's retreat, and Father also prayed for the results. I also did the fasting. And finally, the results came, not by merit, but by grace. I became the school topper with 98.6 in ICSE. Thank you so much, Jesus. After this, when I got into my 11th grade, I kind of somewhere lost my focus. I got distracted by my responsibilities and stuffs like that. So even though I was the school topper in 10th, I was not able to do well in my 11th. Adonde then I had to face a lot from the society. അപ്പോൾ എനിക്ക് വീണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു 12th എനിക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു പെർസെൻറ്റേജ് എനിക്ക് കിട്ടണമെന്ന്. പക്ഷേ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട് ബിക്കോസ് എനിക്ക് ആ ടച്ച് പോയിൻ്റായിരുന്നു. എവിടെയൊക്കെയോ ഐ ലോസ് ദ ഫോക്കസ് ആൻഡ് ദെർ വാസ് ഐ ടുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ എനിക്ക് മാത്സ് അത്ര വരാത്തല്ല. ഐ ഡോണ്ട് ലൈക്ക് മാത്ത് ആസ് സച്ച്. സോ എനിക്ക് ഓൾവേസ് സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഒരു പേടിയുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നല്ല മാർക്ക് കിട്ടാൻ. പക്ഷേ മമ്മി ടോൾഡ് ഡു hard work will bring results. And every time before statistics, I used to pray to Mother Mary, read the Bible, and then do my work. As a miracle, I got out in my 12th board examination statistics. Glory to God. Thank you, Mother Mary. ഒരായിരം നന്ദി ഈശോ. എൻ്റെ പേര് ആൻഡ്രൂ. ഞാൻ എൻ്റെ 10th റിസൾട്ടിനെ കുറിച്ച് ഒരു ടെസ്റ്റ് മണി പറയാനാണ്. ഞാൻ എൻ്റെ 10th വന്നിട്ട് ഒട്ടും നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ സ്കോർഡ് ഓൺലി 70% ഇൻ മൈ ടേം ആൻഡ് ഇറ്റ് വാസ് ഓൺലി 73% ഇൻ മൈ ലാസ്റ്റ് പ്രീ ബോർഡ്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു പ്രീ ബോർഡ് കഴിഞ്ഞാൽ മാക്സ് ടു മാക്സ് 10% കൂടുതലുള്ള വേറെ ഒന്നും കിട്ടില്ല. ബട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 90% 95% മേലെ എടുക്കണമെന്ന്. സോ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ്. ബട്ട് ഒട്ടും എനിക്ക് കിട്ടുന്നില്ല PYQ സാമ്പിൾ പേപ്പേഴ്സ് ഒന്നും. അപ്പം ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് സ്ട്രോങ് ആവാൻ തുടങ്ങി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി, കുമ്പസാരം ആഴ്ചയിലും. അതേപോലെ തന്നെ ബൈബിൾ വായന മുടക്കാതെ ഞാൻ ചെയ്യും. പിന്നെ മമ്മി ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞാൻ രാവിലെ അതിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ചില സമയമൊക്കെ 11 മണിവരെയൊക്കെ പഠിച്ചിട്ടായിരിക്കും 5 മണിക്കൊക്കെ എണീറ്റ് പറയാം. ഇറ്റ് വാസ് വെരി സ്ട്രെസ്ഫുൾ ബട്ട് സ്റ്റിൽ ഐ കെപ്റ്റ് ഗോയിങ്. ആൻഡ് എക്സാംസൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു കൺവിൻസിങ് ആയിട്ടില്ലായിരുന്നില്ല. ഞാൻ ശരിക്കും വിചാരിച്ചു ഐ വിൽ ഗെറ്റ് ഓൺലി 85%. ബട്ട് വെൻ റിസൾട്ട്സ് കെയിം, ഓൾ ഗ്ലോറി ടു ഗോഡ്, ഐ ഗോട്ട് 95.4%. So this is my testimony. Thank you, Jesus. Thank you, Mama. So as a family, we are very, very happy. We rejoice in Lord. As Father says, it's not by merit, but by grace. Ave Maria.